الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى ബഹുമാന്യരായ സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അവൻ്റെ ബറക്കത്തുകൾ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന 2-3 ആളുകൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് പടച്ച റബ്ബ് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്ത് ദുനിയാവിൽ നിന്ന് യാത്ര പോകേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് അഅലയിലെ 14 മുതൽ 17 വരെയുള്ള നാം ധാരാളമായി കേൾക്കുന്ന 4 വചനങ്ങളാണ് ഓതി വെച്ചത്. യഥാർത്ഥ വിജയത്തിൻ്റെ മാനദണ്ഡമാണ് ആ ആയത്തുകൾ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ആരാണോ ശുദ്ധീകരിച്ചവൻ അവനാണ് വിജയിക്കുക എന്നാണ്. തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന്, തെറ്റായ സ്വഭാവങ്ങളിൽ നിന്ന്, ചീത്ത ശീലങ്ങളിൽ നിന്ന്, തിന്മയിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്നൊക്കെ ശുദ്ധീകരിക്കുകയും പടച്ച റബ്ബിനെ ധാരാളമായി സ്മരിക്കുകയും കൃത്യമായി നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ്
ആ 2 ആയത്ത് കൊണ്ട് പടച്ചറബ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതാണ് വിജയത്തിൻ്റെ മാനദണ്ഡമെന്നാണ് പഠിപ്പിക്കുന്നത്. ശേഷം പടച്ചറബ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് ഇതാണ് യാഥാർത്ഥ്യമെങ്കിലും ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. കാര്യം ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നത് ഹയാത്തദ് ദുനിയ, ഐഹികമായ ജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത്. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, പരലോകമാകട്ടെ അതാണ് ഏറ്റവും ഖൈറായത്, അതാണ് അബ്ഖാ, എന്നെന്നും ബാക്കിയാകുന്ന അവശേഷിക്കുന്നതും പരലോകം തന്നെയാണ് എന്നിരിക്കെ ആ പരലോകത്തേക്കാൾ ഏറെ ദുനിയാവിന് പ്രാമുഖ്യം നൽകുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത്. ദുനിയാവിലാണ് നാം ജീവിക്കുന്നത്. ആ ദുനിയാവിലെ കാര്യങ്ങൾ പൂർണ്ണമായും വേണ്ടെന്ന് വെക്കാൻ നമുക്ക് ഏതായാലും ആവുകയില്ല. അത് ആവശ്യം തന്നെയാണ്. എന്നാൽ അതല്ല അടിസ്ഥാനമെന്നത്. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ പാരത്രിക വിജയമാണ്. അതിനുവേണ്ടിയാണ് ഈ ഐഹികമായ ജീവിതത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലാതെ ഈ സുഖസൗകര്യങ്ങൾ കണ്ട് ഇതാണ് എല്ലാം എന്ന് കരുതി ഇതിനു വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കുന്ന, ദുനിയാവിൽ ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ചില ഭീഷണികളോ വരുമ്പോഴേക്ക് ബാക്കിയെല്ലാം മറന്ന് ആ ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം ടെൻഷൻ അടിച്ച് രാവും പകലുമില്ലാതെ അതിനുവേണ്ടി ഓടിത്തളർന്ന് ഇടയ്ക്കെപ്പോഴും ആയുസ് അവസാനിച്ച് മരിച്ചു പോകേണ്ടുന്ന ഭാഗ്യം കെട്ട മനുഷ്യന്മാരായി മാറേണ്ടവരല്ല നമ്മൾ. അദ്ദുന്യാ ദാറുമല്ല ദാറല വമാലുമല്ല മാലല വലഹാ യജ്മഉ മല്ല അഖ്ദല എന്ന് ഹദീസിൽ വന്ന പ്രയോഗം കാണാൻ കഴിയും. ദുനിയാവെന്നാൽ ദാറുമല്ല ദാറല, ശരിയായ ഭവനമില്ലാത്തവൻ്റെ ഭവനമാണ് ദുനിയാവ് എന്നാണ്. ദുനിയാവിന് വേണ്ടി ഓടുന്നവൻ, ദുനിയാവ് മാത്രം ലക്ഷ്യമായി കാണുന്നവൻ പരലോകത്ത് ഭവനമില്ലാത്തവനാണ് എന്നർത്ഥം. വമാലുമല്ല മാലല, പാരത്രികമായ ലോകത്ത് വിഭവങ്ങളില്ലാത്തവർക്കുള്ള വിഭവമാണ് ദുനിയാവെന്നത്. വലഹാ യജ്മഉ മല്ല അഖ്ദല, യഥാർത്ഥ ബുദ്ധിയില്ലാത്തവനാണ് ദുനിയാവിന് വാരിക്കൂട്ടാനായി, ദുനിയാവ് ശേഖരിക്കുവാനായി അതിനുവേണ്ടി മാത്രമായി പരിശ്രമിക്കുന്ന ആളുകളെന്നത് യഥാർത്ഥത്തിൽ ശരിയായ ബുദ്ധിയില്ലാത്തവനാണ് എന്നുകൂടിയാണ് ആ ഹദീസിൻ്റെ ആശയം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ദുനിയാവ് അത് ക്ഷണികമാണ്, പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതാണ്. ഏത് നിമിഷം വേണമെങ്കിലും അവസാനിക്കാവുന്നതാണ്. ഐഹികമായ ജീവിതമെന്നത് പാരത്രിക ലോകമാകട്ടെ അതാണ് ഖൈറും വഅബ്ഖാ, ഖൈറായതും എന്നെന്നും ബാക്കിയാകുന്നതും പാരത്രികമായ ലോകമാണ്. സ്വർഗത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ പിന്നെ അറ്റമില്ലാത്ത കാലം, അവസാനിക്കാത്ത കാലം, കോടാനുകോടി കൊല്ലങ്ങൾ അനുഭവിച്ചാലും അവസാനിച്ചു പോകാത്ത എന്നെന്നും ബാക്കിയാകുന്ന ഖൈറാകുന്ന ലോകമാണ് പാരത്രിക ലോകമെന്നത്. ദുനിയാവാകട്ടെ എന്തെല്ലാം സൗകര്യങ്ങളും എന്തെല്ലാം സംവിധാനങ്ങളും ഉണ്ടായാലും ശരി, അത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിച്ചു പോകുന്ന കാര്യമാണ് എന്നർത്ഥം. പിന്നെ എങ്ങനെയാണ് ബുദ്ധിമാനായ മനുഷ്യൻ ആ ദുനിയാവിന് പ്രാമുഖ്യം നൽകുക പരലോകത്തേക്കാൾ ഏറെ എന്നാണ് ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാർ അക്കാര്യം പ്രത്യേകമായും എടുത്തു പറഞ്ഞു. അഥവാ ദുനിയാവ് എന്നുള്ളത് ഫഇന്ന ദുനിയ ദനിയത്തുൻ ഫാനിയ വൽ ആഖിറ ശരീഫത്തുൻ ബാഖിയ എന്നാണ്. ദുനിയാവ് തരം താഴ്ന്നതാണ്, നിലവാരമില്ലാത്തതാണ്, അതാകട്ടെ അവസാനിച്ചു പോകുന്ന കാര്യവുമാണ്. പാരത്രികമാണെങ്കിൽ അത് എന്നെന്നും ബാക്കിയാകുന്ന അവശേഷിക്കുന്ന കാര്യവുമാണ്. പിന്നെ എങ്ങനെയാണ് ബുദ്ധിമാനായ മനുഷ്യൻ അവശേഷിക്കുന്നതിനെ ഒഴിവാക്കി പെട്ടെന്ന് അവസാനിച്ചു പോകുന്ന ക്ഷണികമായതിനെ തിരഞ്ഞെടുക്കുക, പ്രാമുഖ്യം നൽകിയതാണ്. 2 കാര്യമാണ് മുമ്പിലുള്ളത്. ഒന്നുകിൽ ദുനിയാവ് അല്ലെങ്കിൽ പരലോകം. പരലോകം ഖൈറാണ്, കാലാകാലം ബാക്കിയാകുന്നതാണ്, അറ്റമില്ലാത്തതാണ്. ദുനിയാവ് ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഈ നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞു, ഏതു സമയത്തും അവസാനിച്ചു പോകാവുന്ന കാര്യമാണ്. എങ്കിൽ ഇത് ഏതു വേണമെന്ന ചോദ്യത്തിന് ബുദ്ധിമാനായ മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നെന്നും ബാക്കിയാകുന്ന അറ്റമില്ലാത്ത അവസാനിക്കാത്ത ലോകത്തെയാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നബി തങ്ങളുടെ പ്രാർത്ഥനകളിൽ ധാരാളമായി ഈ ആശയം കാണാൻ കഴിയും.
അവിടുന്ന് നിർവഹിക്കുന്ന എല്ലാ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ നബി തങ്ങൾ അവസാനമായി പ്രാർത്ഥിക്കുന്ന ദീർഘമായ പ്രാർത്ഥന, അതിൽ നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. അല്ലാഹുവേ, ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന, റബ്ബേ ദുനിയാവ് നീ ഞങ്ങൾ ഏറ്റവും വലിയ ചിന്തയാക്കി നീ മാറ്റല്ലേ എന്നാണ്. അക്ബർ ഹമ്മ്, ഏറ്റവും വലിയ ചിന്ത, മുഖ്യമായ അജണ്ട നീ ദുനിയാവാക്കി മാറ്റല്ല റബ്ബേ. വലാ മബ്ലഗ ഇൽമിന, ഞങ്ങളുടെ ഇൽമിൻ്റെ ആകത്തുക ദുനിയാവാക്കി മാറ്റല്ല റബ്ബേ എന്നാണ്. അഥവാ അവൻ്റെ ചിന്തയും അവൻ്റെ പഠനവും അവൻ്റെ പരിശ്രമങ്ങളും എല്ലാം ദുനിയാവിന് വേണ്ടി മാത്രമായി മാറുക. അതാണ് മബ്ലഗു ഇൽമി എന്ന് പറയുന്നത്. വലാ മബ്ലഗ ഇൽമിന, ഞങ്ങളുടെ അറിവിൻ്റെ ആകത്തുക, ഞങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ ആകത്തുക നീ ദുനിയാവാക്കല്ല റബ്ബേ എന്ന രണ്ട് കാര്യമാണ്. ഒന്ന് അക്ബർ ഹമ്മാക്കല്ല, രണ്ടൊന്ന് മബ്ലഗു ഇൽമാക്കല്ല എന്നാണ്. അക്ബർ ഹമ്മ്, ഏറ്റവും വലിയ ചിന്ത, അവൻ്റെ മുഖ്യമായ അജണ്ട ദുനിയാവാക്കി മാറ്റലേ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ മബ്ലഗു ഇൽമ്, അവൻ്റെ ഇൽമിൻ്റെ ആകത്തുക, അവൻ പഠിച്ചതും അവൻ ശീലിച്ചതും അവൻ ഗ്രഹിച്ചതുമെല്ലാം അതിനെല്ലാം അവസാനത്ത് ദുനിയാവായി മാറുക. അതാകാൻ പാടില്ല. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ ദീനിൽ റബ്ബേ നീ മുസീബത്ത് ഉണ്ടാക്കല്ല എന്നാണ്. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ മുസീബത്തിനെ ദീനിൽ ആക്കല്ല റബ്ബേ. ഏറ്റവും വലിയ മുസീബത്ത് ദീനിലെ മുസീബത്താണ് എന്നാണ്. അഥവാ അതിനേക്കാളും വലിയ മുസീബത്ത് ഒരാൾക്ക് വരാനില്ല. എന്താ ദീനിലെ മുസീബത്ത്? വിശദീകരിക്കപ്പെട്ട കാലം ഇഅ്തിഖാദു സൂഇൻ, ഒരു ദുഷിച്ച വിശ്വാസം, അല്ലാഹു റസൂലും പഠിപ്പിക്കാത്ത തെറ്റായ വിശ്വാസങ്ങളെ മതത്തിലെ പേരിൽ വിശ്വസിക്കുക, അത് മുസീബത്താണ് ദീനിലുള്ള എന്നാണ്. തെറ്റായ കാര്യം വിശ്വസിക്കുക, അല്ലാഹു പഠിപ്പിക്കാത്ത, നബി തങ്ങൾ പഠിപ്പിക്കാത്ത, പ്രമാണങ്ങൾ ഇല്ലാത്ത, ആരോ പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിച്ച കേട്ടുകേൾവിയും സ്വപ്നകഥകളും കീരക്കാലകളുമെല്ലാം അടിസ്ഥാനമാക്കി വിശ്വാസങ്ങളെ സ്വീകരിക്കുക. അങ്ങനെയുള്ള തെറ്റായ വിശ്വാസം, അത് വിശ്വാസത്തിന് ഏത് മേഖലയാണെങ്കിലും ശരി, അത് ദീനിലെ മുസീബത്താണ് എന്നാണ്. അതേപോലെ വാക്കുദിൽ ഹറാം, ഹറാമുകൾ ഭക്ഷിക്കുക ദീനിലെ മുസീബത്താണ് എന്നാണ്. അതുപോലെ ദീൻ ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, ഉന്മേഷമില്ലായ്മ, നിസ്കരിക്കാൻ ആവേശമില്ല, ഖുർആൻ ഓതാൻ ആവേശമില്ല, പള്ളികളുമായി ബന്ധം സ്ഥാപിക്കാൻ ആവേശമില്ല, ദീനിയായ മജ്‌ലിസുകളിൽ പങ്കെടുക്കാൻ അവന് താല്പര്യം കാണുന്നില്ല, നന്മകളിലേക്ക് ഇബാദത്തിലേക്ക് ഒരിക്കലും അവനൊരു ഉന്മേഷം ലഭിക്കുന്നില്ല. അവിടേക്ക് അലസതയാണ്, എല്ലാം മടിയാണ്, ആർക്കോ വേണ്ടി ചെയ്തു പോവുകയാണ്. പള്ളി വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആർക്കോ വേണ്ടിയാണ്, അതൊരു ആവേശമായി മാറുന്നില്ല. ഇബാദത്തുകൾക്ക് ഒരു ഉന്മേഷം ലഭിക്കുന്നില്ല. തിന്മകളിലേക്കാണ് മനസ്സവന് എപ്പോഴും പ്രേരിപ്പിക്കുന്നത്, ഹറാമ് ചെയ്യാനാണ് താല്പര്യമുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഇബാദത്തിലുള്ള ഒരു ആവേശക്കുറവ്, അതിനുള്ള ഒരു അലസത, അതൊക്കെ ദീനിലെ മുസീബത്താണ് എന്നാണ്. ആ നിലക്കുള്ള മുഴുവൻ പാപങ്ങൾ, അവന് വിനാശകരമായ ദീൻ തകർക്കുന്ന എല്ലാ കാര്യങ്ങളും, അതൊക്കെയാണ് ദീനിലെ മുസീബത്ത്. വൽ മുസീബത്തു ഫിദ്ദീനി ഹിയൽ മുസീബത്തുൽ ഹഖീഖിയ എന്നാണ്. ദീനിലെ മുസീബത്താണ് ശരിയായ മുസീബത്ത്. നമ്മൾ പലപ്പോഴും മുസീബത്തായി കാണുക ദുനിയാവിൻ്റെ മുസീബത്താണ്. സാമ്പത്തികമായ നഷ്ടമുണ്ടായി, അത് വലിയ മുസീബത്തായി കാണുന്നു. അതേപോലെ ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ടായി, അതൊരു മുസീബത്തായി കാണുന്നു. രാജ്യത്ത് അതല്ലെങ്കിൽ ഭരണാധികാരികളിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു, അതൊരു മുസീബത്തായി കാണുന്നു. മുസീബത്താണ് ആപേക്ഷികമായിട്ട്. പക്ഷേ ശരിയായ മുസീബത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അൽ മുസീബത്തുൽ ഹഖീഖിയ, ശരിയായ മുസീബത്ത് എന്നത് ദീനിലേൽക്കുന്ന മുസീബത്താണ്. വിശ്വാസരംഗത്ത് വരുന്ന പോരായ്മകൾ, പാളിച്ചകൾ, ദീനുപ്രകാരം ജീവിക്കുന്നിടത്ത് വരുന്ന അവൻ്റെ പാളിച്ചകൾ, പടച്ചറബിലേക്കുള്ള ബന്ധം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇതാണ് ദീനിലുള്ള മുസീബത്ത് എന്ന് പറയുന്നത്. മാത്രവുമല്ല അന്നഹു, ഒരു മനുഷ്യൻ ഇദാ ഉബ്ഖിയ അലാ ദീനിൽ മർഇ ഫമാ ഫാതഹു മിനദ് ദുനിയാ ശൈ, ദുനിയാവിൽ വല്ല നഷ്ടങ്ങളും വന്നാൽ തന്നെയും ദീനിൽ നഷ്ടമില്ല എങ്കിൽ അവന് ആ നഷ്ടം വലിയ നഷ്ടമൊന്നുമല്ല എന്നാണ്. ദീനുപ്രകാരം ജീവിക്കുന്നുണ്ട്, തൗഹീദുണ്ട്, സുന്നത്തുകളുണ്ട്, ഇബാദത്തുകളുണ്ട്, തഖ്വയുണ്ട്, ഈമാനുണ്ട്, പടച്ചറബിനെ കുറിച്ചുള്ള ബോധമുണ്ട്, പടത്രികമായ ചിന്തയുണ്ട്, സ്വർഗത്തിന് വേണ്ടി അവൻ പരിശ്രമിക്കുന്നുണ്ട്, അവന് മുഖ്യമായ ലക്ഷ്യം സ്വർഗപ്രവേശനമാണ് എങ്കിൽ അതെല്ലാം നിലനിൽക്കുന്ന ഒരാൾക്ക് ദുനിയാവിൽ വല്ല നഷ്ടങ്ങളും വന്നാൽ അത് കാര്യമായ നഷ്ടമായി ഗണിക്കാനില്ല. അതേസമയം തിരിച്ചാണെങ്കിലും അവൻ്റെ ദീൻ നഷ്ടപ്പെട്ടു, ദീൻ നഷ്ടപ്പെട്ടാലോ മറ്റെന്തുണ്ടായാലും
അത് വിജയിക്കാനുള്ള പര്യാപ്തമായ മാർഗവുമല്ല എന്നാണ്. ദീനു പരിഗണിച്ചിട്ടില്ല, എല്ലാം വേണ്ടെന്ന് വെക്കുന്നു, മതത്തിൻ്റെ കാര്യങ്ങളിൽ അലംഭാവം കാണിക്കുന്നു. ദുനിയാവിലെല്ലാം ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം റെഡിയാണ്. വാഹനമുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, എല്ലാ രംഗത്തും അവൻ്റെ കാര്യമെല്ലാം ക്ലിയറായി. എന്നാൽ സമാധാനിക്കാനില്ല. ലം യഫുസ് ബിശൈഇൻ, ഒന്നും കൊണ്ട് നേടാൻ വിജയിക്കാൻ അവന് സാധ്യമല്ല എന്നാണ്. അതാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. വലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. റബ്ബേ, ദുനിയാവിനെ ഞങ്ങൾ ഏറ്റവും വലിയ മുഖ്യമായ ചിന്തയാക്കി മാറ്റുന്ന റബ്ബേ. വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ ഇൽമിൻ്റെ ആകത്തുക ദുനിയാവാക്കി മാറ്റുന്ന റബ്ബേ എന്നാണ്. അതുകൊണ്ട് തന്നെ അതാ വലാ തജ്അലി ദുനിയാ മുൻതഹ വഗായത ഇൽമിനാ, ഞങ്ങളെ ഇൽമിൻ്റെ ആകത്തുക പഠിച്ചെത്തിയിട്ട് അവസാനം എന്തായി എന്ന് വെച്ചാൽ ദുനിയാവ് നേടാൻ പര്യാപ്തമായി, ദുനിയാവിൽ സ്ഥാനമാനം കിട്ടാൻ പറ്റി എന്നതിനപ്പുറത്ത് അള്ളാഹിനെ പറ്റി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, റസൂലിനെ പറ്റി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഹദീസ് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, പാരത്രികമായ ലോകത്തെക്കുറിച്ച് അറിയാൻ അവന് അവസരമുണ്ടായിട്ടില്ല, അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പകരം ദുന്യാവിനെ ചിന്തിക്കുക, ദുന്യാവിനെ പറ്റി ആലോചിക്കുക, അതാണ് അവൻ്റെ ആകത്തുക. പരലോകം മറന്നു പോകുന്ന സാഹചര്യം അതുണ്ടാക്കലേ എന്നാണ് നബി തങ്ങളെ പ്രാർത്ഥനയെങ്കിൽ സഹോദരങ്ങളെ, വലിയ പാഠം നമുക്കതെല്ലാം ഉണ്ട്. ദുനിയാവിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ എത്ര വലിയ ടെൻഷനിലാണ് നാം അതിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. SIR ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ എല്ലാവരും അതിൻ്റെ ബേജാറിലാണ്. ആ ഓട്ടമാണ്, അത് ഓടണം വേണ്ട എന്നല്ല, പക്ഷേ അത് മാത്രമായി ബാക്കിയെല്ലാം മറന്നുപോയി. അതായിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന മട്ടിലാണ്. ആ ഫോം അങ്ങ് പൂരിപ്പിച്ചു, അത് കൊടുത്തു, ഇനി ബേജാറില്ല, എൻ്റെ കാര്യം ക്ലിയറായി. അതല്ല സഹോദരൻ, വേണം, ചെയ്യണം. ദുനിയാവിൽ ചെയ്യേണ്ടുന്ന അസ്ബാബുകൾ തന്നെയാണ് അതൊക്കെ. പക്ഷേ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട്, പരലോകം മറന്നുകൊണ്ടുള്ളൊരു ഓട്ടമായിക്കൂടാ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോകും, ഇന്നല്ലെങ്കിൽ നാളെ അത് അവസാനിക്കും. അത് അള്ളാഹു നിശ്ചയിച്ച ചില സുന്നത്തുകൾ ദുനിയാവിലുണ്ട്. ചില സമയങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ദുനിയാവിൽ എന്നും എല്ലായ്പ്പോഴും എല്ലാം സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ലോകമായിട്ടല്ല അള്ളാഹു തആല ദുനിയാവിനെ സംവിധാനിച്ചിരിക്കുന്നത്. അത് മാറി മാറി വരും. ഒരു പ്രയാസം മാറുമ്പോൾ മറ്റൊന്നുണ്ടാകും, അത് കഴിയുമ്പോൾ വേറൊന്നുണ്ടാകും. എല്ലാം സുഖമായി, എല്ലാം സന്തോഷമായി കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ദുനിയാവ് അങ്ങനെയാണ്. എന്നാൽ പരലോകം അങ്ങനെയല്ല. പരലോകത്ത് ഒന്നുകിൽ സുഖമാണ്, അല്ലെങ്കിൽ ദുഃഖമാണ്. നരകത്തിലാണെങ്കിൽ അവിടെ കാലാകാലം ദുഃഖമാണ്, പിന്നെ മാറ്റമില്ല. സ്വർഗത്തിലാണെങ്കിലോ അറ്റമില്ലാത്ത സന്തോഷങ്ങളും സൗഭാഗ്യവുമാണ്, അതിലും മാറ്റമില്ല. അതാണ് അള്ളാഹു നിശ്ചയിച്ച സംവിധാനം. ദുനിയാവ് അങ്ങനെയല്ല. അത് മാറി മറിഞ്ഞു വരുന്ന, ഏറ്റവ്യത്യാസമുണ്ടാകുന്ന, ഇറക്കവും താഴ്ചയുമുള്ള, അതേപോലെ സുഖവും ദുഃഖവും സന്തോഷവും മാറി മാറി വരുന്ന രീതിയിൽ അല്ലാഹു തആല ദുനിയാവിനെ സംവിധാനിച്ചിരിക്കുന്നത്. അത് നൈമിഷികമാണ്, ക്ഷണികമാണ്. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓരോ നിമിഷവും എപ്പോഴാണ് അവസാനിച്ചു പോകുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ദുനിയാവിനല്ല മുഖ്യമായ പ്രാമുഖ്യം നൽകേണ്ടത്. അതിനർത്ഥം ദുനിയാവ് വേണ്ട എന്നല്ല, അത് പരിഗണിക്കേണ്ട എന്നല്ല, ദുനിയാവിലെ കാര്യങ്ങൾ ആവശ്യമില്ല എന്നല്ല, അതൊക്കെ വേണം, അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അടിസ്ഥാനം അതല്ല. അടിസ്ഥാനം പരലോകമാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ. ആരാണോ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്, ഫഖദ് ഫാസ്, തീർച്ചയായും അവനാണ് വിജയിച്ചത് എന്നാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ. ഐഹികമായ ജീവിതം എന്നത് വഞ്ചനാ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ദുനിയാവ് മത്താഉൽ ഗുറൂറാണ്, വഞ്ചിക്കാനുള്ള വിഭവമാണ്. ആ പളപളപ്പ് കണ്ട്, ആ സുഖ സൗകര്യങ്ങൾ കണ്ട് ആ ചതിയിൽ പെട്ടുപോകാൻ പാടില്ല. നൈമിഷികമാണ്. ഒരുപക്ഷെ ആസ്വദിക്കാൻ പോലും അവസരം കിട്ടണമെന്നില്ല. എല്ലാം ആയി എന്ന് വിചാരിക്കുമ്പോഴേക്കായിരിക്കും നഷ്ടപ്പെട്ടു പോവുക. അത്രയുള്ള ദുനിയാവിൻ്റെ കാര്യം. എന്നാൽ പരലോകം അങ്ങനെയല്ല. വൽ ആഖിറതു ഖൈറും വ അബ്ഖാ, ആഖിറമാകട്ടെ ഖൈറായതാണ്, അബ്ഖാ എന്നും ബാക്കിയാകുന്നതാണ് എന്ന ആ യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ട് ദുനിയാവിൻ്റെ കൂടെയുള്ള യാത്ര ഉണ്ടായിക്കൂടാം. പരലോകമാണ് ഏറ്റവും മുഖ്യം. നാം അതാ ലക്ഷ്യമായി കാണുന്നത്. ഈ ദുനിയാവിലേക്ക് പടച്ച റബ്ബ് നിയോഗിച്ചയച്ചത് തന്നെ സ്വർഗം നേടാനാണ്, പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നാം മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പടച്ച റബ്ബ് പരിചയപ്പെടുത്തിയെങ്കിൽ അതാണ് ജീവിത ലക്ഷ്യം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു തആല ജീവിതവും മരണവും സംവിധാനിച്ചത്
ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നാണ്. എന്താണ് പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, ആരാണ് അഹ്സനു അമൽ, ആരാണ് ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാനാണ് അല്ലാഹു തആല ഈ സംവിധാനങ്ങളെ സംവിധാനിച്ചത് എന്ന് തബാറക സൂറയിൽ റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു. ധാരാളം സൂറത്തുകൾ, ധാരാളം ആയത്തുകളിൽ ഈ ആശയം അല്ലാഹു തആല ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നബി തങ്ങളുടെ പ്രാർത്ഥനകളിൽ, നബി തങ്ങളുടെ ഹദീസുകളിലും ഈ ആശയം ധാരാളമായി കാണാൻ കഴിയും. അതുകൊണ്ട് അതിന് വിസ്മരിക്കാത്ത രൂപത്തിലാവണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും നാം തർത്തീബാക്കേണ്ടത്, ക്രമീകരിക്കേണ്ടത് എന്നാണ് എന്നെയും നിങ്ങളെയുമെല്ലാം ഓർമ്മപ്പെടുത്താനുള്ളത്. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള സ്മരണയും അതുവഴി ലഭിക്കുന്ന മാനസികമായ സമാധാനവും ശാന്തിയുമാണ് യഥാർത്ഥത്തിൽ ഐഹികമായ സുഖമെന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, ദൈവസ്മരണ കൊണ്ടാണ് മനസ്സുകൾക്ക് സമാധാനമുണ്ടാവുക എന്നാണ്. സമ്പത്തുണ്ടായാൽ സമാധാനമുണ്ടാകണം എന്നില്ല. സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ഉണ്ടായാൽ അതുകൊണ്ട് മാത്രം സമാധാനമുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ജോലി ആയി കിട്ടിയാൽ പിന്നെ എല്ലാ പ്രശ്നവും തീർന്നതാണ്. പക്ഷെ ആ ജോലി ആകുമ്പോഴാണ് അതിനേക്കാളേറെ പ്രയാസങ്ങൾ മേൽക്കുമേലെ വന്നുകൊണ്ടേയിരിക്കുക. ജോലിഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്ത മനുഷ്യന്മാരെ കഥകൾ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കേട്ടത്. അപ്പം ജോലി ഇല്ലാത്തതല്ല പ്രശ്നം, ജോലി കൂടിയതാണ് നമുക്ക് പ്രശ്നം. ഒരു വീടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരുമെന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. കാലങ്ങളായി വാടകയ്ക്കാണ്, ക്വാർട്ടേഴ്സിലാണ്, ഫ്ലാറ്റിലാണ്, എത്ര കാലമായി അങ്ങനെ താമസിക്കുന്നൊരു വീടായി കിട്ടിയാൽ പിന്നെ മറ്റൊന്നും വേണ്ട, എല്ലാത്തിനും പരിഹാരം എനിക്ക് അത് മതി എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. പക്ഷെ ആ വീട് വന്നതോടുകൂടി മറ്റൊരുപാട് പ്രശ്നങ്ങൾ മേൽക്കുമാല വരുന്ന ആളുകളെമ്പാടുമുണ്ട്. മക്കളില്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവർ അതാണ് കണക്കാക്കുക. ഒരു മക്കളുണ്ടായി കിട്ടിയാൽ എനിക്കെല്ലാമായത്, ബാക്കി എല്ലാം ഉണ്ട്, ഒരു കുറവുമില്ല, ഒരു കുട്ടിയില്ല, അതാണ് ആകെ വിഷമെന്ന. പക്ഷെ അവസാനം കുട്ടി ഉണ്ടായി നോക്കുമ്പോൾ ആ കുട്ടിയെ കൊണ്ട് പ്രയാസപ്പെടുന്ന, ആ കുട്ടിയെ കൊണ്ട് വിഷമിക്കുന്ന, ആ കുട്ടിയെ കൊണ്ട് മാനം കെടുന്ന, നാട്ടിൽ സമാധാനമായി ജീവിക്കാൻ പോലും കഴിയാതെ പോയ എത്ര രക്ഷിതാക്കൾ ലോകത്തുണ്ട്. ഇതൊന്നുമല്ല സഹോദരങ്ങളെ സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനമെന്നത്. നബിതങ്ങളെപ്പറ്റി അല്ലാഹ് പറഞ്ഞല്ലോ. നബിക്ക് അല്ലാഹ് കൊടുത്ത നിഅമത്തുകൾ പറയുമ്പോൾ നബിയെ വവജദക ആഇലം ഫഅഗ്ന, നബിയെ നിങ്ങൾ ദരിദ്രനായിരുന്നു, നിങ്ങൾക്ക് പടച്ച റബ്ബ് ധന്യത നൽകിയതാണ്. നിങ്ങൾ ദരിദ്രനായിരുന്നു, നിങ്ങൾക്ക് അല്ലാഹു ധന്യത നൽകി. എന്ത് ധന്യതയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ലഭിക്കേണ്ടായത്? നമ്മളൊക്കെ ധന്യതയായി കണക്കാക്കുന്ന, ഐശ്വര്യമായി കണക്കാക്കുന്ന ആ കൺസെപ്റ്റ് അനുസരിച്ച് നോക്കിയാൽ നബിതങ്ങൾക്ക് എന്ത് ഐശ്വര്യമാണ് കിട്ടിയത്? വഫാത്താകുമ്പോൾ പോലും പടയെങ്കി അയൽപ്പക്കത്തെ ജൂതൻ്റെ വീട്ടിൽ പണയത്തിലാണ്. പണയം വെച്ച് പണം വാങ്ങിയതല്ല. വീട്ടിൽ പട്ടിണി സഹിക്ക വയ്യാതായപ്പോൾ അപ്പുറത്തെ ജൂതൻ്റെ വീട്ടിൽ പോയി 30 സ്വാഴ് ഗോതമ്പ്, 60 കിലോ ഗോതമ്പ് തൽക്കാലം കടം വാങ്ങി സെക്യൂരിറ്റിയായി തൻ്റെ പടയങ്കി ഇവിടെ ഏൽപ്പിച്ചു പറഞ്ഞു, ഈ ഗോതമ്പിൻ്റെ പൊടി തിരിച്ചേൽപ്പിക്കുമ്പോൾ ഈ പടയങ്കി എനിക്ക് മടക്കി തന്നാൽ മതി. ഇനി അഥവാ എനിക്ക് ഈ ഗോതമ്പ് തിരിച്ചേൽപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ പടയങ്കി വിറ്റ് നിന്റെ വസ്തുവിൻ്റെ മൂല്യം നിനക്ക് ഈടാക്കാം. അതാണ് പണയം, അതാ സെക്യൂരിറ്റി. ആ പടയങ്കി തിരിച്ചെടുക്കുന്നതിന് മുമ്പാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. ആ നബിയോട് അല്ലാഹ് പറയാണ്, നിങ്ങൾ ദരിദ്രനായിരുന്നു, നിങ്ങൾക്ക് പടച്ച റബ്ബ് ധന്യത നൽകിയില്ലേ എന്നാണ്. അപ്പം എന്താണ് ഈ ധന്യത? കുറേ സമ്പത്തുണ്ടാവുക, കുറേ സൗകര്യമുണ്ടാവുക എന്നതല്ല ധന്യത എന്നർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങളെ വീട്ടിൽ പ്രായപൂർത്തിയോട് അടുത്തൊരു കുട്ടി കൈ പൊക്കിയാൽ ഞങ്ങളെ മേൽക്കൂരയിൽ തട്ടുമായിരുന്നുവെന്നാണ്.
ഒരു 10 വയസ്സ് 11 വയസ്സ് 12 വയസ്സ് പ്രായമുള്ള കുട്ടി എഴുന്നേറ്റ് കയ്യുമൊന്തിക്കുകയാണെങ്കിൽ ഞങ്ങളെ മേൽക്കുലിൽ തട്ടും. അതാണ് നബി തങ്ങളുടെ വീട്. ഈത്തപ്പന ഓല കൊണ്ട് മറച്ച വീടാണ്. ഈത്തപ്പന ഓല മെടഞ്ഞുണ്ടാക്കിയ വാതിലാണ് നബിയുടെ വീടിനുള്ളത്. ആ വീട്ടിൽ 2 മാസം തീ കത്താറില്ല എന്നാണ് ആയിഷ ബീവി പറഞ്ഞത്. കുഞ്ഞാ നടന്ന് ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈനി മുതതാബിഈൻ. 2 മാസം തുടർച്ചയായി ഞങ്ങളെ വീട്ടിൽ തീ കത്താതെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കേട്ടവൾ ചോദിച്ചു, ഉമ്മ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചത്? അൽ അസ്വദാനി അത്തംറു വൽ മാ, പച്ചവെള്ളവും കാരക്കയും കഴിച്ചുകൊണ്ടാണ് മോനെ ഞങ്ങൾ ജീവിതം കഴിച്ചു കൂട്ടിയതാണ്. ആ കുടുംബനാഥനോട് നബി അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ ദരിദ്രനായിരുന്നു, നിങ്ങൾക്ക് പടച്ച റബ്ബ് ധന്യത നൽകിയില്ലേ. അപ്പം ധന്യത ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ല യഥാർത്ഥത്തിൽ അതിനുള്ളത് എന്നർത്ഥം. എല്ലാ സൗകര്യമുള്ള മനുഷ്യന്മാർ, വലിയ വാഹനവും വലിയ വീടും ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസും ആരും കണ്ടാൽ നോക്കി നിൽക്കുന്ന രൂപത്തിൽ ആളുകൾ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അറിയാം അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളുടെ ആധിക്യം, എത്രയാണ് അവർക്ക് അനുഭവിക്കുന്ന ടെൻഷനുകൾ. അപ്പോഴേ നമുക്ക് മനസ്സിലാവുക ഈ പുറത്തേക്ക് കാണുന്ന കാഴ്ചയല്ല അവർക്കൊന്നും ഉള്ളത്. അപ്പം അതൊന്നുമല്ല യഥാർത്ഥ ധന്യത, അതൊന്നുമല്ല ഗിനൻ നഫ്സ്, മനസ്സിന് ലഭിക്കുന്ന ഒരു സംതൃപ്തി, സമാധാനം, അതിനുള്ള മാർഗം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണ, അതാണ് അടിസ്ഥാനം. തൗഹീദ് ഉൾക്കൊള്ളുക, അള്ളാഹിനെ കുറിച്ചുള്ള ബോധമുണ്ടാവുക, തഖ്വയുണ്ടാവുക, ഈമാൻ ഉണ്ടാവുക, റബ്ബിലേക്ക് എപ്പോഴും മനസ്സുമായി ഒരു ബന്ധമുണ്ടാവുക, അതാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനം. എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ദീൻ കൃത്യമാണെങ്കിൽ ദുനിയാവിൽ വരുന്ന നഷ്ടങ്ങളൊക്കെ അതൊരു ചെറിയ കാര്യം മാത്രമാണ്. ദീന് കൃത്യമല്ലെങ്കിലോ ബാക്കി എല്ലാം ഉണ്ടായാലും ഒന്നുമാവുകയില്ല. അവർ ഒന്നുകൊണ്ടും വിജയിക്കാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ചത് അടിസ്ഥാനമാണ്. ആ തിരിച്ചറിവ് നഷ്ടപ്പെടുകയാണ് പലപ്പോഴും എന്ന് സമൂഹത്തിൽ ചെയ്യുന്നത്. എത്ര വലിയ ദീനിൻ്റെ ആളാണെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ഈ തിരിച്ചറിവിൽ പുറകോട്ട് പോവുകയും ദീന് പോലും ദുന്യാവിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നിടത്താണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരന്തം. ദീന് പോലും, ഉപദേശങ്ങൾ പോലും, ഖുത്ബ പോലും, ക്ലാസ് പോലും, പ്രസംഗം പോലും ദുനിയാവിന് വേണ്ടിയാക്കി മാറ്റുന്ന, ദീനിൻ്റെ ആളാകുന്നത് ദുനിയാവ് നേടാനുള്ള വഴിയാക്കി മാറ്റുന്ന, ദീനിൻ്റെ ആളായി രംഗത്ത് വന്നാൽ സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും പണവും ലഭിക്കാനുള്ള മാർഗമായി സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത്. മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല. അഹ്ലുസുന്നയുടെ നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഇമാം ഷിറാസി റഹിമഹുള്ളയെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഒന്നും സ്വീകരിക്കാറില്ല. അവസാനം ദാരിദ്ര്യം കാരണം അദ്ദേഹം ജീവിതത്തിൽ ഹജ്ജ് പോലും ചെയ്തിട്ടില്ല എന്നാണ്. ഹജ്ജിന് പോകാൻ പോലും കഴിഞ്ഞില്ല, ദാരിദ്ര്യം കാരണം. അദ്ദേഹത്തിന് ചരിത്രം ഇതിൽ പറയുകയാണ്, അദ്ദേഹം ഹജ്ജിന് പോകാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചാൽ അദ്ദേഹത്തെ ചുമന്നു കൊണ്ടുപോയി ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പോലും അന്ന് ആളുണ്ട്. അത്രയേറെ വലിയ ആലിമാണ്, അത്രയേറെ വലിയ പണ്ഡിതനാണ്. പക്ഷേ എന്നിട്ട് പോലും ഉള്ളതിൽ തൃപ്തിപ്പെട്ട്, കനാഅത്ത് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവർ ജീവിച്ച് പാരത്രികമായ വിജയം നേടാനാണ് പരിശ്രമിച്ചതർത്ഥം. ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന നാട്, ചുറ്റുപാട്, സമൂഹം, തലമുറ അവിടെയൊക്കെ മാറി സൂചിപ്പിച്ച പോലെ ദീന് പോലും ദുന്യാവിന് വേണ്ടിയാക്കി മാറ്റുന്നിടത്താണ് നമ്മളൊക്കെ ഉള്ളത്. അവിടെയൊക്കെ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കുമെല്ലാം ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ദുനിയാവ് ക്ഷണികമാണ് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും പരലോകമാണ് പ്രധാനം. ഒരുപക്ഷെ ഇന്ന് ഈ ദുനിയാവിനെ ചെയ്ത് അവസാനിപ്പിച്ച് പോകേണ്ടവരായിരിക്കാം നമ്മൾ. ഇന്നത്തോടുകൂടി നമ്മൾ ഡേറ്റ് അവസാനിക്കാം, ഇന്നത്തോടുകൂടി നമ്മൾ ആയുസ് അവസാനിക്കാം. ആ യാത്ര ഒരു പക്ഷേ ഇന്ന് പോകേണ്ടി വന്നേക്കാം. ഇപ്പം മരിച്ച ഒരു പക്ഷേ വൈകുന്നേരത്തോടുകൂടി ഖബറിലേക്ക് എത്തിയേക്കാം. ബർസഖി ലോകത്തേക്കുള്ള ജീവിതം ഇന്നൊരു പക്ഷേ നമ്മൾ ആരംഭിക്കേണ്ടി വന്നേക്കാം. അതിനു വേണ്ട ഒരുക്കങ്ങൾ, അതിനു വേണ്ട എന്തെല്ലാം ഒരുക്കി വെക്കേണ്ട കാര്യമുണ്ടോ അതെല്ലാം ഒരുക്കി വെക്കാനുള്ള ഒരു പരിശ്രമം കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട്. പരലോകം സത്യമാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് ബോധ്യമായി മനസ്സിലേക്ക് ഇറങ്ങണം. അവിടേക്ക് എന്താ ഒരുക്കേണ്ടത് അത് ഒരുക്കണം. ഫോം പൂരിപ്പിക്കുമ്പോൾ ഒരക്ഷരം തെറ്റുന്നതിൽ നമുക്ക് ആശങ്കയുണ്ട് എങ്കിൽ 100 വട്ടം ചോദിച്ചും അന്വേഷിച്ചുമാണ് നാം പൂരിപ്പിക്കുന്നതെങ്കിൽ ആ ജാഗ്രതയെങ്കിലും ഈ രംഗത്ത് നമുക്കുണ്ടാവേണ്ടതുണ്ട്. എൻ്റെ വിശ്വാസത്തിൽ ഒരു ചെറിയ പാളിച്ച വന്നാൽ എല്ലാം നഷ്ടമായി പോകും. എൻ്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതെ പോയാൽ അത് വമ്പൻ നഷ്ടമായി മാറും. എൻ്റെ ഒരു ചെറിയ ഇഖ്ലാസിൻ്റെ കുറവ് കൊണ്ട്, നിയ്യത്തിൽ വന്ന പാളിച്ചകൾ കൊണ്ട്, ഇത്തിബായിൽ വന്ന കുറവ് കൊണ്ട് എൻ്റെതെല്ലാം നഷ്ടമായി പോയാൽ എന്നേക്കുമുള്ള നരകാഗ്നിയിലേക്കാണ് എത്തേണ്ടി വരിക എന്ന ആ ബേജാർ സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അങ്ങനെ പരലോകത്തിന് മുന്തിയ പ്രാധാന്യം നൽകി ഇതാ ദുനിയാവിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അല്ലാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച വഴിയിൽ നിന്നുകൊണ്ട് ദുനിയാവിന് ആവശ്യമായ
നിലക്കുള്ള പരിഗണന മാത്രം നൽകിക്കൊണ്ട് ജീവിച്ച് പരലോകം നേടാൻ, സ്വർഗം നേടാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابه كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.